ധാരാളം പണമുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ പദവിയുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും സമാധാനം മാത്രം കലികാലത്ത് ഇല്ലാത്ത അവസ്ഥ. അപ്പൊ ആ സമാധാനം കിട്ടാൻ കലികാലത്ത് നാമം ജപിക്കാൻ സാധിക്കണം. ഇതേവരെ പറഞ്ഞ കഥകളും ഇനി പറയാനുള്ള കഥകളും ഒക്കെ വർണ്ണിക്കുന്നത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഇതിനാണ് ശബ്ദം ഉണ്ടാവേണ്ടത്. ഇവിടെ ഏകാദശസ്കന്ധം വരെ വർണ്ണിച്ചു വെച്ചു. ഓരോരോ സ്കന്ധങ്ങൾക്കും ഓരോരോ ലക്ഷണങ്ങളാണ് ഭാഗവതം പറയുന്നത്. അത്ര സർഗോ വിസർഗസ്ഥാനം പോഷണമോദയ മന്വന്തരേഷാനുകഥ നിരോധോ മുക്തിരാശ്രയ. ഏകാദശസ്കന്ധം കൊണ്ട് മുക്തി വരെ വർണ്ണിച്ചു. ഇനി ആശ്രയം ആണ് ദ്വാദശസ്കന്ധം കൊണ്ട് ആശ്രയിക്കുകയാണ് വേണ്ടത്. എന്തിനെയാണ് ആശ്രയിക്കേണ്ടത്? ഈ കഥയിൽ കൂടിയിട്ട് ശ്രുതേന അർത്ഥേന കഥകളായിട്ടും ഉപദേശങ്ങളായിട്ടും സ്തുതികളായിട്ടും ഒക്കെയാണ് ഭാഗവതം വർണ്ണിക്കുന്നത്. കുറെ കഥ വായിക്കാം, കുറെ കഥ കഴിഞ്ഞാൽ കുറച്ച് ഉപദേശം, പിന്നെ സാരം വീണ്ടും പറയും. അങ്ങനെ കഥകളും ഉപദേശവും സ്തുതിയും ആയിട്ടാണ്. അതും എളുപ്പത്തിൽ സാധിക്കുന്ന 5 വളരെ എളുപ്പത്തില് സാധിക്കുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പത്തിൽ സാധിക്കും. മറ്റൊക്കെ അനവധി ബുദ്ധിമുട്ടുണ്ട്. വല്ല ഹോമം കഴിക്കുകയോ യാഗം ചെയ്യുകയൊക്കെ ആണെങ്കിൽ അനവധി ദ്രവ്യങ്ങൾ വേണം, അനവധി ആൾക്കാരെ സഹായം വേണം. ഭാഗവധർമ്മം അനുഷ്ഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാണ്. ആ എളുപ്പത്തിൽ സാധിക്കാൻ ഇവിടെ ദ്വാദശസ്കന്ധത്തിലെ ആശ്രയം കാണിക്കുന്നു. എന്തിനെ ആശ്രയിക്കണം? ദ്വാദശസ്കന്ധം തെളിയും തന്നെ വാസ്തവം. സ്വധാവാനുഗതേ കൃഷ്ണേ യദുവംശവിഭൂഷണേ. ഭഗവാന്റെ സ്വധാമഗമനത്തിന് ശേഷം കലിയുഗം ആരംഭിച്ചു. നമ്മളൊക്കെ ഇരിക്കുന്നത് കലിയുഗത്തിലാണ് ഇരിക്കുന്നത്. കലിക്കുട്ടിയാണ്, മുട്ടുകുത്താൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ വലിയ വലിയ ബുദ്ധിമുട്ടാണ്. രാജാക്കന്മാരുടെ ദുർഭരണമാണ്. ആദ്യത്തെ അധ്യായത്തില് ഒരാൾക്കും ഒരു സമാധാനവും കൊടുക്കാത്ത ദുർഭരണമാണ്. എല്ലാവർക്കും വിഷമം. അതാണ് അവർ ചെയ്യുന്നത്. ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് കയറിയതെങ്കിലും ക്ഷേമം മാത്രം ഉണ്ടാവണില്ല. കലികാലത്തെ അവസ്ഥയാണ്. കലികാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് വാസ്തവം. ഇവിടെ ധർമ്മത്തിന് ശുചി വരണു, അധർമ്മം കൂടി വരുന്ന അവസ്ഥ. അധർമ്മം ഇങ്ങനെ കൂടി വരുമ്പോഴാണ് ഈ കലിയുഗത്തിന്റെ അവസാനത്തിലാണ് ശമ്പള ഗ്രാമത്തില് വിഷ്ണുസസ്ത എന്ന ബ്രാഹ്മണന്റെ പുത്രനായി കൽക്കിയായി ഭഗവാൻ അവതരിച്ച് തന്റെ വാളുകൊണ്ട് ദുഷ്ടന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നു ഭഗവാൻ. വീണ്ടും കൃതിയുഗം ആരംഭിക്കുന്നു കാണിച്ചു. ഈ കലികാലത്തെ ബുദ്ധിമുട്ട്, ദുർഘടങ്ങള്, ഒരു സമാധാനവും ഒരാൾക്കും കിട്ടാത്ത സമയാണ്. വാസോന്നപാനശയനവ്യവായ സ്നാനഭൂഷണൈഃ ഹീനാപിശാചസന്ദർശ ഭവിഷ്യന്തി കലൗയുഗേ. കലികാലത്തൊക്കെ പിശാചുക്കളായി മാറും. ഹീനാപിശാചസന്ദർശ, പിശാചുക്കളായിട്ട് മാറും. കലികാലത്തെ അവസ്ഥയാണ്. ആർക്കും ആരോടും സ്നേഹമില്ല, വെറും അഭിനയം മാത്രം. കലികാലത്തെ അവസ്ഥയാണ് വാസ്തവം. ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാവില്ല, കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, കുടിക്കാൻ ഉണ്ടാവില്ല, ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങളൊക്കെയാണ് ഇന്ന് കലികാലത്ത് ചെയ്യുന്നത്. ഇത്രയും ദുർഘടമുള്ള സമയമാണ് കലികാലം എന്ന് വന്നപ്പം പരീക്ഷിച്ച് പറഞ്ഞു. എന്നാൽ കലി എന്റെ കാര്യം നമസ്കരിച്ച ആളാണ്. പ്രഥമ സ്കന്ധം വർണ്ണിച്ചതാണ്. കലി പരീക്ഷത്തിന്റെ കാര്യം നമസ്കരിച്ച ആള്. അപ്പൊ കലിക്ക് അന്ന് പരീക്ഷിത്ത് അഭയം കൊടുത്തു. ദുർഘടം ഉണ്ടെങ്കിലും വലിയൊരു ഗുണമുണ്ട്. ഈ ഒരു ഗുണത്തെ കണ്ടിട്ടാണ് സജ്ജനമാണ് പരീക്ഷിത്ത്. അപ്പൊ ദുർഘടത്തെ, ദോഷത്തെ അല്ല സജ്ജനങ്ങൾ കാണുക, ഗുണത്തെയാണ്. ഈ കലിയുടെ ഗുണത്തെ കണ്ടിട്ടാണ് കലിക്ക് പരീക്ഷിത്ത് അഭയം കൊടുത്തു. കാരണം എന്താ? കലിയുടെ ഗുണം ഏകോ മഹാൻ ഗുണ, വലിയൊരു ഗുണം.
കലേർദോഷനിധേ രാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ. ശ്രീകൃഷ്ണ കീർത്തനമുണ്ട്. അതിനാണ് ഭഗവാന്റെ കീർത്തനം പാടാനാണ് ഇത്രയും മധുരമായിട്ട് ഭഗവാന്റെ ലീലകള്. 90 അധ്യായങ്ങളെ കൊണ്ട് ശ്രീകൃഷ്ണ ലീലകളും 30 അധ്യായങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഉപദേശവും, ഒരധ്യായം ഭഗവാന്റെ സ്വധാമഗമനും. പിന്നെ മറ്റുള്ള സ്കന്ധങ്ങളിലൊക്കെ ഭഗവാന്റെ കഥകള് പറഞ്ഞിട്ടുമുണ്ട്. എന്തിന് ഈ കഥകളൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മളോടാ പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാ ഈ കലികാലത്തെ ആൾക്കാർക്ക് ഒരു സമാധാനവും ഇല്ലാതെ കണ്ടുള്ള ആൾക്കാർക്ക് കലോ ജനിഷ്യമാണാനാം ദുഃഖശോകതമൂലം അനുഗ്രഹായ ഭക്താനാം. കലികാലത്തെ ആൾക്കാർക്ക് ദുഃഖത്തെ ഇല്ലാതാക്കി അവരെ ആനന്ദിപ്പിക്കാനാണ് ഭഗവാന്റെ ലീലകൾ. ഭഗവാന് വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ സുഖാണെന്ന് പറയാറുണ്ടെങ്കിലും വാസ്തവം ഒരാൾക്കും ഒരു സുഖം ഇല്ലാത്ത അവസ്ഥ. സുഖം ഉണ്ടെന്ന് പറയാനേ ഉള്ളൂ, ഒരാൾക്കും ഒരു സുഖവും ഇല്ലാത്ത കാലമാണ്. അപ്പൊ ഈ സുഖം ഇല്ലാത്ത സമയത്ത് സുഖം കിട്ടാനുള്ള മാർഗത്തെ അന്വേഷിച്ച് പോകുമ്പം സുഖം കിട്ടാനുള്ള മാർഗം എന്താന്ന് ചോദിച്ചാൽ ഏകോ മഹാൻ ഗുണ, വലിയൊരു ഗുണ ശ്രീകൃഷ്ണ കീർത്തനം. അതല്ലേ രാമായണ മാസത്തില് ദുർഘടം സമയമാണ് രാമായണ മാസം എന്ന്. കർക്കിടക മാസം കർക്കടേ ദുർഘടം ഫലം അല്ലേ. അപ്പൊ ഈ ദുർഘടം തീരാൻ പറ്റിയ മാർഗം കലികാലത്ത് പറഞ്ഞത് ഗണപതി ഹോമവും ഭഗവതി സേവയും രാമായണം വായന. രാമായണം വായിക്കാറില്ലേ? രാമന്റെ കഥ തന്നെയാ ഭാഗവതം. രാമന്റെ കഥ കേട്ടാല് രാമന്റെ കഥയിൽ കൂടിയിട്ട് ഭാഗവതം പറയുന്ന സ്ത്രീസംഗീനാം ഗതിമിതി പ്രഥയം ചാര. രാമായണം ആകെ ഭഗവാൻ പറഞ്ഞത്, ശ്രീശുകൻ വർണ്ണിച്ചത്, ഈ മനുഷ്യവേഷത്തിൽ ഇവിടെ വന്നാൽ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ത്രീ പുംപ്രസംഗ ഏതാദൃക് സർവത്ര ത്രാസമാവഹ അബീശ്വരാണാം. ഈശ്വരനാണെങ്കിൽ പോലും മനുഷ്യവേഷത്തിൽ വന്നാൽ ഭഗവാൻ ദുഃഖമുണ്ടോ? ഭഗവാൻ രാമന് ദുഃഖമുണ്ടോ? വാസ്തവം ദുഃഖം ഭഗവാൻ അഭിനയിച്ചിരിക്കുകയാണ്. അല്ലാണ്ട് ഒരു സീത നിമിത്തം ഭഗവാൻ ദുഃഖം ഉണ്ടാവുമോ? ലക്ഷ്മണ നിമിത്തം ഭഗവാൻ ദുഃഖം ഉണ്ടാവുക? ദുഃഖം ഭഗവാൻ അഭിനയിച്ചിരിക്കുകയാണ്. ഭഗവാൻ ദുഃഖം ഉണ്ടായിട്ടല്ല, മനുഷ്യവേഷത്തിൽ വന്നാൽ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ആ ദുഃഖത്തെ ഇല്ലാതാക്കാൻ പുരുഷോ രാമചരിതം, ഭഗവാന്റെ കഥകള് കേൾക്കുക, ആ ഭഗവാന്റെ കഥകള് പാടുക. ഈ കലികാലത്ത് കൃതേയധ്യായതോ വിഷ്ണും ത്രേതായാം യജതോ മഹൈ ദ്വാപരേ പരിചര്യായാം കലൗ തദ്ധരികീർത്തനാൽ. കലികാലത്ത് ഹരികീർത്തനം മാത്രം മതി. കൃതയുഗത്തിലെ ധ്യാനാദികള്, ത്രേതായുഗത്തിലെ യാഗാദികള്, ദ്വാപരയുഗത്തിലെ പൂജാദികള് കലികാലത്തൊന്നും പറ്റില്ല. വാസ്തവം ധ്യാനിക്കാനും പറ്റില്ല, യാഗം ചെയ്യാനും പറ്റില്ല, ശരിക്കൊന്ന് പൂജ കഴിക്കാൻ പോലും കലികാലത്ത്. പൂജ കഴിക്കണമെങ്കിൽ ശുദ്ധം നോക്കണം പ്രധാനമായിട്ട്. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നപ്പം കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് അമ്പലത്തില് പുറത്ത് തൊഴേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും പറഞ്ഞത് കുളിക്കാൻ വയ്യാന്നാ, നിർത്തിയില്ല, അങ്ങനെ പറ്റുള്ളൂ എന്ന് ഘട്ടം വന്നാൽ. അപ്പൊ ശുദ്ധമായിട്ടൊന്നും ചെയ്യാൻ കലികാലത്ത് പറ്റാത്തത് കൊണ്ട് നമ്മളോട് പറഞ്ഞ കലവു ഹരികീർത്തനം. ഹരികീർത്തനം ശ്രീഹരിയുടെ കീർത്തനം. ഈ ശ്രീഹരിയുടെ നാമത്തെ ശുദ്ധം മാറ്റാൻ ആർക്കും പറ്റില്ല. ഭഗവാന്റെ നാമത്തെ ശുദ്ധം മാറ്റാൻ ആർക്കും പറ്റില്ല എന്ന് മാത്രമല്ല, ജപിക്കുന്ന ആളെ നാമം ഇങ്ങോട്ട് ശുദ്ധീകരിക്കും. അപ്പൊ കലികാലത്ത് ഭഗവാന്റെ കീർത്തനം, ഭഗവാന്റെ നാമം, ഇത് ലജ്ജ വിട്ട കലികാലം ഇങ്ങനെ കൂടുന്തോറും ഭാഗവതം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഭാഗവതം കുറയല്ല. കാരണം ജനങ്ങൾക്ക് ധനമുണ്ട്, ബന്ധുക്കളുണ്ട്, വലിയ വലിയ പദവിയുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും സമാധാനം മാത്രം മറ്റൊക്കെ ഉണ്ട്. ധാരാളം പണമുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ പദവിയുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും സമാധാനം മാത്രം കലികാലത്ത്
ഇല്ലാത്ത അവസ്ഥ. അപ്പൊ ആ സമാധാനം കിട്ടാൻ കലികാലത്ത് ഹരികീർത്തനം വളരെ പ്രധാനമാണ്. ശ്രീഹരിയുടെ കീർത്തനങ്ങള് അതും ലജ്ജ വിട്ടുവിടും. മെല്ലെ ജപിച്ചാൽ പോരാഞ്ഞിട്ടല്ല, മെല്ലെ ജപിക്കുമ്പോ ജപിക്കുന്ന ആൾക്കേ അതിനെ ഗുണമുള്ളൂ. ഓർക്ക ജപിച്ചാൽ കേൾക്കുന്ന ആൾക്കും ഓർക്ക തന്നെ ഭഗവാന്റെ നാമത്തെ കീർത്തിക്കാൻ സാധിക്കണം. ഇവിടെ എന്തൊക്കെ ഉണ്ടായാലും എല്ലാം നശിച്ചാലും നശിക്കാത്തതാണ് ഭഗവാന്റെ കഥകൾക്ക് യാതൊരു നാശവുമില്ല. സംസാര സിന്ധുമതി ദുസ്തര മുക്തിതീർഷോ നാന്യപ്രവോ ഭഗവത പുരുഷോത്തമസ്യ ലീലാകഥാരസ നിഷേവണമന്തരേണ പുംസോ ഭവേത് വിവിധ ദുഃഖദവർദ്ധിതസ്യ. ഇവിടെ കലികാലത്ത് ഭഗവാന്റെ കഥകൾക്ക് യാതൊരു നാശവുമില്ല. ഈ കഥയിലാണ് കേൾക്കാൻ മതി. കഥയിൽ കയറുക, അതും ഭഗവാന്റെ കഥയുടെ മാഹാത്മ്യം ഗംഗയ്ക്ക് പോലും ഇപ്പം തീർത്ഥം ചക്രേ നൃപോനം. ഹേ രാജാവേ, ഗംഗ ഇപ്പം പൂനായിട്ടുണ്ടെന്നാ. ഗംഗ 2ാം സ്ഥാനം ആയി മാറിയതാ. ഗംഗയിൽ പോയി കുളിക്ക. അപ്പൊ ഈയിടെ ഉണ്ടായില്ലേ, എല്ലാവരും പോയി കുളിച്ചില്ലേ? ഗംഗ, യമുന, സരസ്വതി സംഗമം പ്രയാഗയിൽ പോയിട്ട് കുളിച്ചില്ലേ? ഞാൻ മനസ്സോടെ എന്തെങ്കിലും കുളിച്ചില്ലേ? എങ്കിലും കുളിക്കാത്ത ആൾക്കാരോട് ഭാഗവതം പറയണ്ട, ഖേദിക്കൊന്നും വേണ്ട കേട്ടോ. പോവാൻ പറ്റാത്തത് കൊണ്ട് ഖേദിക്കൊന്നും വേണ്ട. കാരണം ഇപ്പൊ ഗംഗയ്ക്ക് 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഭാഗവത കഥയ്ക്ക. ഈ കഥയിലാണ് മുങ്ങിയാൽ മതി. കഥയിൽ മുങ്ങിയിട്ട് നില കിട്ടാതെ കണ്ട് അങ്ങനെ വിട്ട ഹരേ നാരായണ ഹരേ നാരായണ. ഏറ്റവും നാമം ജപിക്കാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടായിരിക്കാം പട്ടേരിപ്പാട് 8ാമത്തെ കാര്യമായിട്ടാ വെച്ചത്. ഗംഗാ ഗീതാ ജഗായത്രി തുളസികാ ഗോപികാ ചന്ദനം ഗ്രാമാഭിപൂജ. ഇതൊക്കെ കഴിഞ്ഞ ഏകാദശിയും അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് നാമം ജപിക്കുക എന്നുള്ളത് 8ാമത്തെ ഉപായമാണ്. അപ്പം ഏറ്റവും പ്രധാന ഉപായമാണ്. മറ്റൊക്കെ ബുദ്ധിമുട്ടാണ്. നാമം ജപിക്കാൻ നാവ് മാത്രമേ ഉള്ളൂ, മറ്റൊക്കെ അനവധി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ നാമം ജപിക്കാൻ സാധിക്കണം. നശിക്കാത്തതാണ് ഭഗവാന്റെ കഥകള് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഭഗവാന്റെ കഥകൾക്ക് ഒരു നാശവും ഇല്ല. ഇനി എന്താണ് കേൾക്കേണ്ടത്? കുറെ കാര്യം, ഇത്രയും കുറെ അധ്യായങ്ങളെ കുറെ ഉപദേശമായിട്ടും കഥയായിട്ടും അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് ബ്രഹ്മോപദേശം ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ചെയ്തത്. നമ്മൾക്ക് പറയാനേ പറ്റുള്ളൂ. അത് ഉപദേശിക്കാൻ ശ്രീശുകനെ പോലത്തെ ഒരു ഗുരുനാഥൻ ഉപദേശിക്കുകയാണെങ്കിൽ പരീക്ഷത്തിനെ പോലത്തെ ശ്രോതാവിന് അത് പറയാൻ സാധിക്കും. നമുക്കൊക്കെ പറയാനായിട്ടില്ലേ ശരിക്കും ആ ഉപദേശം? കാരണം രാജാവ് ശ്രീശുകൻ പറയും തന്നെ വാസ്തവം. ഹേ രാജാവേ, അങ്ങ് കൊന്തുരാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. ഇതാണ് കൊല്ലൂന. പശുബുദ്ധിം ഇമാം ജഹി. ഈ പശുബുദ്ധിയെ ഹേ രാജാവേ അങ്ങ് കൊല്ലു. ജഹീന കൊന്തുരാജൻ മരിഷ്യേതി. മരിക്കുന്നൊരു ഭയല്ലേ? ആർക്കാ വാസ്തവ നാശം? ഉണ്ടായതിന് മുഴുവൻ നാശമുണ്ട്, ഉള്ളതിന് നാശമില്ല. ദ്വിതീയ സ്കന്ധം വന്നിട്ട് വാസ്തവത് ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന എന്ന ദ്വിതീയ സ്കന്ധത്തില് ചതുശ്ലോകി ഭാഗവത് വന്നിട്ടാണ്. ഇത് മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ. ഏതാവദേവ ജിജ്ഞാസ്യം, അറിയേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. എന്താ അറിയേണ്ടത്? അവനവനെ അറിയാണ്. ഈശ്വരൻ ആരാന്നറിയണം. ആദ്യം ഉണ്ടായിരുന്ന വസ്തു ഈശ്വരൻ, എല്ലാമായിട്ട് മാറിയതും ഈശ്വരൻ, എല്ലാത്തിലും ചൈതന്യ രൂപേണ വർത്തിക്കുന്നതും ഈശ്വരൻ. എല്ലാം നശിച്ചാലും ബാക്കി വരുന്നത് ആ ഈശ്വരൻ. ഒരു നാശമില്ല. അതുകൊണ്ട് അങ്ങ് ഈശ്വരനാണ്. പറഞ്ഞോളൂ പരീക്ഷിത്തേന്നാണ്.
ശരിയായ ജ്ഞാനത്തെ ഉപദേശിച്ചപ്പം പരീക്ഷത്തിന് പറയാൻ സാധിച്ചു, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ഞാൻ ഈശ്വരനാണ്, ഞാൻ ബ്രഹ്മമാണ്. അപ്പൊ നമ്മളൊക്കെ വാസ്തവം സത്യമായ വസ്തു ഈശ്വരനാണ്. അത് നശിക്കാത്ത വസ്തു, എനിക്ക് യാതൊരു നാശവുമില്ല. ഇത് ഹംസഗീതയിലും ബോധ്യപ്പെടുത്തിയതാണ്. കാരണം ഒരു നാശവും മറ്റോ ശരീരം ഉണ്ടായതാണ്, അത് നിമിഷമായി നശിക്കുന്നതാണ്. ജീവൻ ഉള്ള വസ്തുവാണ്, ജീവന് നാശവുമില്ല. വസ്ത്രം മാറും പോലെയുള്ളൂ ശരീരം മാറല്. അത് ഖേദിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് സമയമായാൽ നടന്നുകൊള്ളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേണോ? മരിക്കാൻ വേണ്ടി ആരൊന്നും ചെയ്യേണ്ട. സമയമായാൽ മരണമില്ല. ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കലാണ്. പക്ഷെ ആ സ്വീകരിക്കുന്ന ശരീരം നന്നാവണം. അതിന് ഈശ്വരാരാധന മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ നാശമില്ല എന്നത് ഓർപ്പിക്കാൻ പറഞ്ഞപ്പം ഏവമാത്മന്യാത്മസ്ഥം ആത്മൈവാമൃഷപ്രഭോ ബുദ്ധ്യാനുമാനഗർഭിണ്യ വാസുദേവാനുചിന്തയാ. ഇത് പറയുന്നത് എളുപ്പമാണ്. അങ്ങനെ ചിന്തിച്ച് വാസുദേവ അനുചിന്തയ, അനുചിന്തനം ചെയ്യണം. ഇത് വിചാരിച്ചു തന്നെ വീണ്ടും വീണ്ടും ഞാൻ ഈശ്വരനാണ്, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ കൃഷ്ണനാണ്, ഞാൻ വാസുദേവനാണ്. പറയാൻ സാധിച്ച ആളാണ് പൗഡ്രക വാസുദേവനൊക്കെ. വാസ്തവം വേഷം കെട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഭഗവാനെ പോലെ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേഷം കെട്ടിയെങ്കിലും ആ വേഷത്തിൽ കൂടി അദ്ദേഹത്തെയും ഭഗവാനാക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ. വേഷം കെട്ട് മാത്രം വാസുദേവോഹം 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 എന്ന് പറഞ്ഞ പൗണ്ഡ്രക വാസുദേവനെ ഭഗവാൻ വാസുദേവനാക്കി. അഭിനയിച്ചാൽ തന്നെ സദ്ഗതി കിട്ടുമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ കീർത്തിച്ചുള്ള അവസ്ഥയാണ്. ശരിയായ ജ്ഞാനം ഇത് ചിന്തിച്ച് അങ്ങോട്ട് ഓർപ്പിക്കണം എന്നാണ്. പറയാൻ എളുപ്പമാണ്, ചിന്തിക്കണ്ടേ. വീണ്ടും വീണ്ടും ഇതിനെ ചിന്തിച്ച് ഞാൻ ഈശ്വരനാണ് ഈശ്വരനാണ് ഈശ്വരനാണെന്ന ഭാവത്തില് ശരിയായ ജ്ഞാനം ശ്രീശുകന്റെ ഉപദേശം കൊണ്ട് പരീക്ഷത്തിന് പറയാൻ സാധിച്ചു. അഹം ബ്രഹ്മ, ഞാൻ ഈശ്വരനാണ് എന്ന് പറയാൻ പരീക്ഷത്തിന് സാധിച്ചെങ്കിലും അദ്ദേഹത്തെ ശ്രീശുക ബ്രഹ്മർഷിയെ വേണ്ട പോലെ പൂജിച്ച് പറഞ്ഞു പരീക്ഷിത്ത് ഞാൻ സിദ്ധനായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേണ്ട പോലെ പൂജിച്ച് അതും ശ്രീശുക ബ്രഹ്മർഷി അവിടുന്ന് സംഘങ്ങളോട് കൂടി അനുഗ്രഹിച്ചവൻ പോയി. ഉറപ്പായി കഴിഞ്ഞു, പരീക്ഷണം ഉറപ്പായി കഴിഞ്ഞു. എങ്കിലും തക്ഷകൻ ബ്രാഹ്മണന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ തൊട്ടുന്നുള്ളൂ. അതോടുകൂടി ഭസ്മസാതഭവൽ ക്ഷണാൽ ഭസ്മായി മാറിയെന്നാണ് ഭാഗവതം പറയുന്നത്. പുത്രന്റെ കടമയെ പരീക്ഷിച്ച് ചെയ്തിട്ടുള്ളൂ. പുത്രന്റെ കടമയാണ് ശരീരം ഭസ്മാക്കാന്നുള്ളത്. പുത്രന്റെ കടമയാണ് വാസ്തവം തക്ഷകൻ ചെയ്തിട്ടുള്ളൂ. എങ്കിലും ഇതേപോലെ ഭാഗവതം മുഴുവൻ കേട്ട ആളാണ് ജനമേജയനും. പുത്രൻ ജനമേജയനും ഇങ്ങനെ ഭാഗവതം കേട്ട ആളാണെങ്കിലും പരീക്ഷത്തിനെ പോലെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കേൾക്കുന്ന ആൾക്കാര് പല രൂപത്തിലുള്ള ആൾക്കാരാണ്, പല പല ഭാവമുള്ള ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് ഒരു സപ്താഹം മതിയാവും, ചില ആൾക്കാർക്ക് 2 എണ്ണം വേണ്ടി വരും, ചില ആൾക്കാർക്ക് 10 എണ്ണം വേണ്ടി വരും. പരീക്ഷന് ഒരു സപ്താഹം കൊണ്ട് നേടേണ്ടത് എന്താണോ അത് നേടാൻ പരീക്ഷത്തിന് സാധിച്ചു. കേട്ട ജനമേജൻ അത്ര ആയിട്ടില്ല, തെറ്റിദ്ധരിച്ചു. അദ്ദേഹം പാമ്പ് കടിച്ച് മരിച്ചു ധരിച്ചിട്ടാണ് അദ്ദേഹം കുറെ പാമ്പുകളെ ഹോമിച്ച് മഹാരോഗം പിടിപെട്ട് പിന്നെ യാഗമൊക്കെ നിർത്തി ആ ദോഷം തീരാൻ വേണ്ടി ജനമേജയനാണ് ഗുരുവായൂർ അമ്പലമൊക്കെ ഉണ്ടാക്കിയത്. സജ്ജനങ്ങൾ പറയാറുണ്ട്. അമ്പലം വേണ്ട പോലെ പണി കഴിപ്പിച്ച് ആ രോഗത്തൊന്നും മുക്തി നേടിയ കഥ ഗുരുവായൂർ ബിംബമാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജനമേജയനാണ് അമ്പലം ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ശൗനകാദി ഋഷീശ്വരന്മാർ പറഞ്ഞു, വാസ്തവം ഞങ്ങൾക്ക് ഈ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കെ പാമ്പിനെ ചുട്ട കഥ കേൾക്കണ്ട. നല്ല പാൽപാസം കഴിക്കുമ്പോ കുറച്ച് പുളിയിഞ്ചി കൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അതുപോലെ പാമ്പിനെ ചുട്ട കഥയൊന്നും വാസ്തവം കേൾക്കണ്ടെന്നാണ്.
അപ്പൊ വേദവ്യാസന്റെ അവതാരം, അതും വേദത്തെ 4 തിരിച്ചത്. ആ വേദം ഉണ്ടാവാനുള്ള കാരണം, വേദത്തെ 4 തിരിച്ചത് പുരാണങ്ങളെ നിർമ്മിച്ചത്, പുരാണങ്ങളുടെ ആചാര്യനായിട്ട് മാർക്കണ്ഡേയ മഹർഷിയെ ഭഗവാൻ അവരോധിച്ചു. വേദത്തിലാണ് ഭഗവാന്റെ മഹിമയെ പറയുന്നതാണ്. 3-4 ശ്ലോകങ്ങളെ കൊണ്ടാണ് 6-ാം അധ്യായത്തില് സൂര്യഭഗവാന്റെ യാത്രയായിട്ടാണ്, ഗായത്രി മന്ത്രത്തിന്റെ സാരമായിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. 3-4 ശ്ലോകങ്ങളെ കൊണ്ട് അഹോരാത്രങ്ങളായിട്ട് സൂര്യഭഗവാൻ ചെയ്യണത് നമ്മളുടെ ആയുസ്സാണ്. വെളിച്ചാവണു, ഉച്ചയാവണു, വൈകുന്നേരം ആവണു, രാത്രി ആവണു, പിന്നെയും വെളിച്ചാവണു. ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഓരോ പിറന്നാളും ആഘോഷിക്കാറില്ലേ? ഓരോ പിറന്നാളും കഴിഞ്ഞാൽ കഴിഞ്ഞത് കഴിഞ്ഞു ഇല്ലേ? ഷഷ്ടി പൂർത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ അത് കിട്ടില്ല. അപ്പൊ ഓരോ നിമിഷവും തന്ന ആയസ് ഭഗവാനെ സേവിക്കാനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കലികാലത്തെ ആയസ് പരമാവധി ആയസ്സാണ്. 30-50 വർഷാണി പരമായു കലൗ. പരമാവധി ആയസ്സാണ് കലികാലത്ത് 20-30 പരമാവധി ആയസ്സ. ഇതിന്റെ മുമ്പ് തന്നെ കഴിയുന്ന 20-30 കഴിഞ്ഞിട്ടില്ലേ? ഇല്ലേ? കഴിഞ്ഞിട്ടില്ലേ? ആരും കേൾക്കണില്ലേ? 20-30 കഴിഞ്ഞില്ലേ? നീ കാലായി ഇറങ്ങിപ്പോല്ലേ? തയ്യാറായിരുന്നോളൂ. തയ്യാറായിട്ട് മുറ്റത്ത് മുണ്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ എടുത്തു വെക്കാൻ സമയമുണ്ടോന്ന് നിശ്ചയില്ല. ചായ ഉണ്ടാക്കി വെച്ചു, കുടിക്കാൻ സമയമുണ്ടോന്ന് കാത്തിരിക്കണം. അതിഥിം ഇവ ആഗതെന്ന. അതിഥി ഗൃഹത്തിൽ കയറി വരുമ്പം വേണ്ടപ്പെട്ട ആള് ഗൃഹത്തിക്ക് വരുമ്പം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കണില്ലേ? ഇതുപോലെ കാത്തിരിക്കേണ്ടതാണ്. അപ്പൊ അത് നന്നാക്കണം, ആ വരവ് നന്നാക്കണം. ഈശ്വരനെ സേവിച്ച് നല്ല അതിഥിയാക്കിയിട്ട് അജാമിള മോക്ഷത്തില് അത് സാധിച്ചു. അജാമിള ബ്രാഹ്മണനെ ഉണ്ണിയാണ് കണ്ട്, അതും യമദൂതന്മാരെ കണ്ട് ഭയപ്പെട്ട് ബ്രാഹ്മണൻ അങ്ങനെ വിളിച്ചത് ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണ സ്വയം പ്ലാവിതേന സ്വരേണോച്ചൈരാജുഹാവാകുരേന്ദ്രിയാന്ന്. പേടിച്ച ബ്രാഹ്മണൻ ദൂരത്ത് കളിക്കുന്ന ഉണ്ണിയെ, അതും കളിയിൽ ആസക്തനായ പുത്രനെയാണ് അച്ഛൻ. എങ്ങനെയാ ഉണ്ണിയെ വിളിക്കാറ്? എങ്ങനെയാ പുത്രനെ വിളിക്കാറ്? ഇങ്ങനെ പേരിട്ടു എന്ന് വിചാരിക്കുക. ഇങ്ങനെ നാരായണൻ എന്ന് പേരിട്ടു എന്ന് വിചാരിക്കുക. വേറെ ഓമന പേരൊന്നും ഇട്ടില്ല എന്ന് വിചാരിക്കുക. രണ്ടും വിചാരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം സന്ദർഭം വന്നാൽ ഈ ഉണ്ണിയെ എങ്ങനെയാ വിളിക്കുക? ഉണ്ണി കളിക്കുന്ന ആളാണ്. ക്രീഡയിൽ കളി കാണുകയല്ല. ആസക്തനായ പുത്രനെ ആരും വിളിക്കാറില്ലേ? എങ്ങനെ പേരിട്ടു വിചാരിക്കുക. നാരായണൻ എന്ന് പേരിട്ടു എന്ന് വിചാരിക്കുക. എങ്ങനെയാ വിളിക്കുക? ഭഗവതി കേക്കട്ടെ. പോരാ 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 പോരാ. ഇതിനല്ലേ ശബ്ദം കൊടുക്കേണ്ടത്. സൂരേ ക്രീഡനകാസക്തം പുത്രം നാരായണ സ്വയം പ്ലാവിതേന സ്വരേണോച്ചൈരാജുഹാവാകുലേന്ദ്രിയെന്ന. ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷയിച്ച സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഉച്ചരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുന്നതല്ല. ഒക്കെ ക്ഷയിച്ചെങ്കിലും അങ്ങനെ ഉദ്ദേശിച്ച നാമാക്ഷരമാത്ര വൈഭവാൽ പുരോവിവേദുർഭവദീയ പരിഷദാ ചതുർഭുജ പീതപട മനോരമാണ് പട്ടേരിപ്പാട്. അത് ഉദ്ദേശിച്ചെന്തോ അക്ഷരം ഉണ്ടാക്കിന്നേ പറഞ്ഞു. അത് കേട്ടാൽ ഈ അക്ഷരങ്ങള്
വായുവിൽ കൂടി പോണത് കേട്ടാൽ തോന്നുക നാരായണ എന്ന് വിളിക്കുകയാണെന്ന്. അറിയാതെ കണ്ട് അങ്ങനെ ഉച്ചരിച്ച ജാവിളൻ പോലും ഭഗവാനെ പ്രാപിച്ചെങ്കിൽ നാമം ശ്രദ്ധയോടുകൂടി കീർത്തിച്ചാലോ? അപ്പൊ നാമത്തെ കീർത്തിക്കാൻ സാധിക്കണം. കലികാലത്തിൽ കൂടിയിട്ടുള്ള വേദത്തിൽ കൂടിയിട്ട്, വേദത്തിലാണ് വാസ്തവം ഭഗവാന്റെ മഹിമ. വേദമാണെങ്കിൽ അത് പരോക്ഷമാണ്, വേദം മനസ്സിലാവേണ്ടതല്ല. അതുകൊണ്ട് വേദത്തിനൊന്നും ഇന്ന് വ്യാഖ്യാനം വാസ്തവമില്ല. ഉണ്ടെങ്കിൽ ആ വ്യാഖ്യാനമൊക്കെ തെറ്റുവാണ്. ശരിയായ ഭഗവാൻ പറയാ ശരിയായ വ്യാഖ്യാനം എനിക്ക് മാത്രമേ ഉള്ളൂ. വേദം ഭഗവാൻ മാത്രമേ. അപ്പൊ ആ വേദത്തിൽ കൂടി, ആ വേദത്തെ തന്നെയാണ് കഥാരൂപത്തിൽ വർണ്ണിച്ചത്. വേദത്തെ നാലാക്കി തീർത്തു. തൈത്തേജുർവേദത്തെ വേറെ നിർമ്മിച്ചു. പുരാണങ്ങളെ നിർമ്മിച്ച് പുരാണങ്ങളുടെ ആചാര്യനായിട്ട് മാർക്കണ്ഡേയ മഹർഷിയെ ഭഗവാൻ അവരോധിച്ചു. മാർക്കണ്ഡേയ മഹർഷിയെ അവരോധിച്ചു എന്ന് പുരാണങ്ങൾ വർണ്ണിക്കുമ്പോഴാണ്. 18 പുരാണങ്ങൾ പ്രധാനമായിട്ട്, പിന്നെ ഉപപുരാണങ്ങൾ വേറെ ഉണ്ട്. അപ്പം ബ്രാഹ്മം, പാത്മം, വൈഷ്ണവം ച, ശൈവം, ലൈംഗം, സഗാരുഡം, നാരദീയം, ഭാഗവതം, ആഗ്നേയം, സ്കാന്ദസംഹിതം, ഭവിഷ്യം, ബ്രഹ്മവൈവർത്തം, മാർക്കണ്ഡേയം, സവാമനം, വാരാഹം, മാത്സ്യം, കൗമം ച, ബ്രഹ്മാണ്ഡാക്ഷമിതി ത്രിഷൽ. ഇങ്ങനെ 18 പുരാണങ്ങളെ നിർമ്മിച്ച കഥാപുരാണങ്ങളുടെ ആചാര്യനായിട്ട് മാർക്കണ്ഡേയ മഹർഷിയെ അവരോധിച്ചു എന്ന് പറഞ്ഞപ്പം ശൗനകാദി സൂതൻ വർണ്ണിച്ചപ്പോ ശൗനകാദി ഋഷീശ്വരന്മാര് പറഞ്ഞു, ഹേ സൂത, സവാ അസ്മൽ കുരോൽപ്പന്ന, ഞങ്ങളെ വംശത്തിൽപ്പെട്ട ആളാണ് മാർക്കണ്ഡേയൻ. അതുകൊണ്ട് ആ കഥ വിസ്തരിച്ച് കേൾക്കണമെന്നാണ്. നമ്മൾക്കും അഭിമാനിക്കാം. മാർക്കണ്ഡേയ മഹർഷി നമ്മളുടെ മലയാളിയാണത്. ഞാൻ ഒന്നുകൂടി പറയാൻ എന്റെ സ്വാർത്ഥമോ നിശ്ചയില്ല. മാർക്കണ്ഡേയ മഹർഷി മലപ്പുറം ജില്ലക്കാരനാണെന്നും കൂടി ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. മലയാളിയാണ്. അദ്ദേഹം മൃഗണ്ടു എന്ന ബ്രാഹ്മണന്റെ പുത്രനായിട്ടാണ് മാർക്കണ്ഡേയൻ ജനിച്ചത്. അദ്ദേഹത്തിനാണെങ്കിൽ അല്പായുസ്സാണ് കൊടുത്തത്. 16 വയസ്സ് എന്നാണ് ചില പുരാണങ്ങള്. നാരായണീയം പറയുന്നത് 12 വയസ്സ് എന്നാണ്. ചില പുരാണങ്ങളില് 16 വയസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ മാർക്കണ്ഡേയ മഹർഷിയുടെ അതും ബ്രാഹ്മണ സംസ്കാരമൊക്കെ കഴിഞ്ഞു. ഉപനയനാദികള്, കർമ്മങ്ങള്, വ്രതങ്ങള്, അതും കൃഷ്ണാജിനംബ്രം തുടങ്ങിയതൊക്കെ അണിയിക്കലും ഉപനയന സംസ്കാരവും, വേദം പഠിപ്പിക്കല്, ആ വേദം ചൊല്ലിപ്പിക്കല്, ആ വേദം കേൾക്കൽ, അങ്ങനെ ബ്രാഹ്മണ കർമ്മങ്ങൾ മുഴുവൻ ചെയ്ത് വേണ്ട പോലെ അദ്ദേഹം അതും ഓരോരോ പിറന്നാളിനും, പിറന്നാൾ വളരെ പ്രധാനപ്പെട്ട ദിവസം. പിറന്നാളിന്റെ എന്നാ പിറന്നാൾ ഹോമം വേണം, ധാര വേണം, മറ്റുള്ള പൂജകള്, ദാനാദികളൊക്കെ വേണം. പിന്നെ പിറന്നാളിനൊക്കെ ഊണ് കഴിക്കാൻ ഉണ്ണിയെ പിടിച്ചിരുത്തിയാല് അതും ഭക്ഷണം വിളമ്പിയിട്ട് ഉപസ്തരിച്ച് വെള്ളം കൊടുക്കാൻ സമ്പ്രദായം ഉണ്ട് ബ്രാഹ്മണരുടെ. ഇങ്ങനെ അമ്മയാണ് വെള്ളം കൊടുക്കുക പ്രധാനമായിട്ട്. വേളി കഴിയോളം അമ്മയാണ്, വേളി കഴിഞ്ഞാൽ പിന്നെ അപ്പന്മാരാണ്. അങ്ങനെ വെള്ളം കൊടുക്കുമ്പോഴാണ് ഓരോ പിറന്നാളിനും, മകന്റെ പിറന്നാളിനും അമ്മയ്ക്ക് സന്തോഷമാണ്. ആദ്യമൊക്കെ സന്തോഷമായിരുന്നെങ്കിലും വയസ്സ് കൂടുന്തോറും അമ്മയ്ക്ക് വിഷമാണ് വാസ്തവം. പിറന്നാളിന് 16ാമത്തെ പിറന്നാളിന് വെള്ളം കൊടുക്കുമ്പോഴാണ് കിണ്ടിന്ന് വെള്ളം വീഴുന്നതിന് മുമ്പേ കണ്ണുന്ന് വെള്ളം കയ്യിലേക്ക് വീണു. ചോദിച്ചു ഉണ്ണി, എന്താ അമ്മ ഇത്? കിണ്ടിന്നല്ല വെള്ളം വീഴേണ്ടത്, ഇത് കണ്ണെന്നാണ്. ചോദിച്ചു ഉണ്ണി സന്തോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞ ഉണ്ണി ചോദിച്ചു, അമ്മയെ സന്തോഷത്തിന്റെ കണ്ണുനീരിന് തണുപ്പാണ്, ഇത് ചൂടാണ്. അപ്പോൾ അമ്മ യാഥാർത്ഥ്യത്തെ പറഞ്ഞു. ഉണ്ണി ഈ പിറന്നാൾ കഴിഞ്ഞ ഉണ്ണിയുടെ ആയുസ് കഴിഞ്ഞു ഘട്ടായപ്പോ അവിടെ എണീറ്റ് അങ്ങോട്ട് പോയി എന്നാണ്. പോയി നാവാമുകുന്ദന്റെ ഉള്ളിലേക്കാണ് പോയത്. അവിടുന്ന് ഭഗവാൻ വഴി കാണിച്ചു കൊടുത്ത് ഒരു 10-20 കൊല്ലമായിട്ടേ ഉള്ളൂ. അവിടെ ആളിന്റെ ഉള്ളിൽ കൂടെ വാഹനമൊക്കെ പോയിരുന്നു. അങ്ങനെ തൊട്ടങ്ങോട്ട് അപ്പന്റെ അടുത്തേക്കാണ് ഉണ്ണി അങ്ങോട്ട് ഓടിയത്. മഹാദേവനെയും കൂടി ഇങ്ങനെ പിടിച്ചപ്പോഴാണ് അന്തകൻ പിന്നാലെ വന്ന് ഭഗവാനെയും കൂടി കയറിട്ടു.
മഹാദേവൻ തന്റെ ശൂലം കൊണ്ട് അന്തകനനുബാധിച്ച് അവിടെ കുളത്തില് തീർത്ഥക്കുളം എന്നാ പറയാറ്. കഴിഞ്ഞ 2 മാസം മുമ്പേ അവിടെ പോയി. തീർത്ഥക്കുളം അത് കുളിക്കാറൊന്നുമില്ല. ഈ കുളത്തിലാണ് മുക്കി. ആ കുളത്തിൽ നിറം ചുവപ്പായിരുന്നു പണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ കാലനെ പോലും വധിച്ച അന്തകാന്തകനായി മഹാദേവനാണ് ശോഭിച്ച രംഗം. കുറച്ചു കാലം കാലില്ലാണ്ടായി. കാലില്ലാത്ത അവസ്ഥയും ബുദ്ധിമുട്ടാണ്. കാരണം പുതിയ ആൾക്കാർ വരുമ്പോ പഴയ ആൾക്കാർ പോണ്ടേ. ഇത് പോവാത്ത അവസ്ഥ. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛനിരിക്കുന്നു, മുത്തച്ഛനവനില്ല. ഇങ്ങനെ ആയാലും ബുദ്ധിമുട്ടല്ലേ. കാലില്ലാണ്ടേ. കാലിന് വരാൻ പറ്റിയില്ല. കാലനെ പോലും മരണഭയത്തെ പോലും ഇല്ലാതെയാക്കിയ ആളാണ് മഹാദേവൻ. അനുഗ്രഹിച്ചേതാനും ഉണ്ണിക്ക് 16 വയസ്സല്ലേ. ഗുരുനാഥനായ ലോകഗുരുനാഥനായ മഹാദേവൻ 2 കൈയും ശിരസിലടി വെച്ചിട്ട് എന്നും 16 എന്നാണ്. ഉണ്ണിക്ക് 17 ആവില്ല, എന്നാലേ പേടിക്കുള്ളൂ. എന്നും 16. ഈ കിട്ടിയ ആയുസ് കൊണ്ടാണ് മാർക്കണ്ഡേയൻ നേരെ ഹിമാലയത്തിലേക്കാണ്. ഹിമാലയത്തിൽ പോയി അവിടെ പുഷ്പഭദ്രാ നദീ തീരത്ത് ചിത്രാഖ്യ എന്ന ആശ്രമത്തിൽ ഇരുന്നു കൊണ്ടാണ് ഉണ്ണിയുടെ ഈശ്വര ആരാധന. അതും തപസ്സാണ്. എന്തെന്നില്ലാത്ത ആശ്രമപദം പുണ്യം പുണ്യദ്രുമല താഞ്ജലം. അവിടെ പുണ്യം കൊണ്ടാണ് വള്ളികള് പുല്ലുകളൊക്കെ ഉണ്ടാക്കിയത്. അത്രയും പുണ്യമായ സ്ഥലത്തിലാണ് പോയിട്ട് മാർക്കണ്ഡേയ മഹർഷിയെ തപസ്. ഈ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വന്നു. ഇന്ദ്രന്റെ പണിയാണ് തപസ് മുടക്കാന്നുള്ളത്. കാരണം ആരെങ്കിലും നേരെ ആവാൻ പുറപ്പെടുമ്പം സമ്മതിക്കാതിരിക്കല്. ഇന്ദ്രൻ നമ്മളെ പറയുന്നത് അല്ലേ, പുരാണങ്ങളിലെ ഇന്ദ്രൻ ഇങ്ങനെയാണ്. വേദത്തിലെ ഇന്ദ്രൻ സർവേശ്വരൻ, പുരാണങ്ങളിൽ ഇന്ദ്രൻ ഇങ്ങനെ തപസ്സൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല എന്തെങ്കിലും സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ ഇത് മുടക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരും കയ്യിലുണ്ട്. മന്ദമാരുതനുണ്ട്, അപ്സരസുകളുണ്ട്, കാമദേവനുണ്ട്. അവരെല്ലാവരും കൂടി ഇവിടെ വന്ന് ആടി പാടി ഓടി. ഒന്നേരം ആടി അവസാനം പാടി. പിന്നെ അവർക്കൊന്നും തപസ് മുടക്കാൻ സാധിച്ചില്ല. മാർക്കണ്ഡേയ തപസ് 6 മന്വന്തരമാണ് തപസ് ചെയ്ത് മുടക്കാൻ സാധിപ്പിച്ചില്ല. അവിടെയാണ് നരനാരായണ ഋഷീശ്വരന്മാർ അവിടെയാണ് ശോഭിച്ചു. അവരെ കണ്ടോളി. തൗ ശുക്ല കൃഷ്ണൗ നവകഞ്ചലോചനൗ ചതുർഭുജൗ രൗരവൽക്കലംബരോ പവിത്രപാണി ഉപവീതകം ധൃവൽ കമണ്ഡലും ദണ്ഡമൃജുഞ്ച വൈണവം. ഭഗവാന്റെ സ്വരൂപം. അതും 2 വെളുത്ത നിറവും ശുക്ലകൃഷ്ണവും വെളുത്ത നിറവും കറുത്ത നിറത്തിലാണ് നരനാരായണന്മാരാണ് ശോഭിച്ചതും. രൗരവം കൊടുത്തുകൊണ്ട് 4 കൈകള്, കയ്യില് പവിത്രം ധരിച്ച് പൂണൂലൊക്കെ ധരിച്ചിട്ടുള്ള ഋഷീശ്വരന്മാര് മുന്നിലാണ് ശോഭിച്ചു. ഋഷീശ്വരന്മാരെ പാദത്തില്, നരനാരായണന്മാരുടെ പാദത്തില് മാർക്കണ്ഡേയ മഹർഷി നമസ്കരിച്ചു. വാസ്തവം ഈ നരനാരായണന്മാര് ബദരീശ്വരന്മാര് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി, അതും ഭാരത മാതാവിൽ ആഞ്ഞം പ്രത്യേകം പറഞ്ഞു, സമ്പൂർണ്ണ രക്ഷയ്ക്കായി നാരദരൊത്തും. നാരദ മഹർഷിയോട് കൂടി ബദരീശ്വരന്മാര് നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ, നമ്മളെ തന്നെയാ ഉദ്ദേശം. അപ്പൊ നമ്മളെ ബദരീശ്വരന്മാരെ പ്രത്യേകം നമ്മളെ പരദേവതകളാണ്. ബദരീശ്വരൻ ഭാരതത്തിന്റെ പരദേവതയാണ്. നമ്മളൊക്കെ ഭാരതീയരല്ലേ? അല്ലെങ്കിൽ ഇന്ത്യക്കാരോ? ഇന്ത്യക്കാരാണോ ഭാരതീയരാണോ? ഭാരതീയരാണ്. ഇന്ത്യക്കാരായ പോരാ. പഞ്ചമസ്കന്ധം അനവധി അധ്യായങ്ങളെ കൊണ്ടാണ് ഭരതന്റെ കഥയും ഭാരതത്തിന്റെ മാഹാത്മ്യവും ഇവിടെ ജന്മം കിട്ടുക. ഈ കലികാലത്ത് സ്വർഗത്തിൽ പോയുള്ള ആൾക്കാർ പോലും പ്രാർത്ഥിക്കാതെ ഗുരുവായൂരപ്പ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് അവിടെ പോയപ്പോഴാ തോന്നിയത്.
നയത്ര വൈകുണ്ഠ കഥാസുധാഭജാന ഭാഗവതോ. അവിടെ ഭാഗവത കഥയോ അല്ലെങ്കിൽ സജ്ജന സംസർഗം ഒന്നും അവിടെ. അതുകൊണ്ട് അവര് പ്രാർത്ഥിക്കുന്നതേന അജനാഭേ, ഈ അജനാഭത്തില് ഭാരതഭൂമിയില് ഹരിസ്മരണയോട് കൂടിയുള്ള ജന്മം തരൂ ഗുരുവായൂരപ്പ എന്ന് പുണ്യം ചെയ്ത് അവര് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ളതാണ് നമ്മൾക്കൊക്കെ ഏവം ദുർലഭ്യവസ്തുന്യഭി സുലഭതയാ ഹസ്തലഭ്രേയധന്യൽ. ദുർലഭമായത് സുലഭമായി കയ്യിൽ കിട്ടി. ഇല്ലേ, കയ്യിൽ കിട്ടി. ഇനി ഇത് എത്ര കാലം ഉണ്ടെന്ന് ചോദിച്ചാൽ 12-ാം അധ്യായം കേൾക്കാൻ സമയമുണ്ടോ എന്ന് ഇഷ്ടമില്ല. നഹി പ്രമാണം ജന്തൂനാം ഉത്തര ക്ഷണജീവനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മാതശ്ശേരി വായന തുടങ്ങുന്ന ദിവസത്തിന് തലേ ദിവസം അവിടെ എത്തി. വലിയ ഭാഗവതോത്തമനൊക്കെയാണ്. അപ്പൊ നാളല്ലേ തിരുവേനി മാഹാത്മ്യം ചോദിച്ചു. അല്ല, ഇന്നാണ് വേണ്ടത്. അദ്ദേഹം പറയുമ്പോൾ തീർച്ചയാക്കി അങ്ങനെ വായന തുടങ്ങി 1-ാം ദിവസം രാവിലെ 8-ാം അധ്യായം വായിച്ചിട്ടാണ് കാപ്പിക്ക് നിർത്തിയത്. കഴിഞ്ഞ് അദ്ദേഹം വന്നു, അടുത്ത അധ്യായം വായിച്ചോളൂ, ഞാൻ അത് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞ് പിന്നെ ഭീഷ്മസ്തുതി വായിച്ചു കൊണ്ടിരിക്കേ അദ്ദേഹം പോവാണ്ടേ. അദ്ദേഹത്തിന് ചായ കൊണ്ടുവച്ചിരുന്നു, കസാല ഇരിക്കുകയാണ്. ചായ ചൂടാറി, അദ്ദേഹം ഇട്ടിട്ടില്ല. ഇനി ചായ വേണ്ട, ഭീഷ്മസ്തുതി കേട്ടുകൊണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയാ നേരത്തെ വായന മുൻകൂട്ടി നിശ്ചയിച്ചത് മാറ്റിയിട്ട് നിശ്ചയിക്കാൻ കാരണം അദ്ദേഹത്തിന് ഭീഷ്മസ്തുതി കേട്ടിട്ട് വേണം. അപ്പൊ നമ്മളെ കാര്യമൊന്നും ഒരു ഉറപ്പുമില്ല. കിട്ടിയ സന്ദർഭം ഏവം ദുർലഭ്യവസ്തുന്യഭി സുലഭതയാ, സുലഭമായി കയ്യിൽ കിട്ടിയെന്ന ഭാവത്തിലാണ് ഋഷീശ്വരന്മാരെ ഭക്തിയോടുകൂടി മാർക്കണ്ഡേയ മഹർഷി നമസ്കരിച്ച് വേണ്ട പോലെ സ്തുതിച്ചു. പുനരാനമ്യപാദാഭ്യം ഗരിഷ്ഠാവിതമബ്രവീൽ. മാർക്കണ്ഡേയന്റെ സ്തുതി വളരെ പ്രധാനമായിട്ടാണ് ഭാഗവതം പറഞ്ഞത്. അതും കിം വർണ്ണയേ തവ വിഭോ യദുദീരിതോസു സംസ്പന്ദതേ തമനുവാങ്മന ഇന്ദ്രിയാണി സ്പന്ദന്തി വൈ തനുഭൃതാം അജശർവയോശ്ചാപ്യഥാഭി ഭജതാമസി ഭാവബന്ധു. ഭഗവാന്റെ മഹിമ കിം വർണ്ണയേ, ഞാനെങ്ങനെ വർണ്ണിച്ച അങ്ങയുടെ മഹിമ? ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. സ്പന്ദന്തി വൈ തനുഭൃതാം അജസർവയോശ്ച. ഒന്ന് ഇളകാൻ സാധിക്കണമെങ്കിൽ ആർക്കും നമ്മൾക്കല്ല, നമ്മൾക്ക് മാത്രമല്ല, അജസർവയോശ്ച ബ്രഹ്മദേവനും മഹാദേവനും പോലും ഒന്ന് ഇളകണമെങ്കിൽ ഈ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ്. ഭഗവാൻ പറഞ്ഞ പണിയ പഞ്ചമസ്കന്ധ വർണ്ണിച്ചാണ് വാസ്തവം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ തന്റെ ജോലി ഭംഗിയായി ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ബ്രഹ്മദേവനായാലും മഹാദേവനായാലും ആർക്കായാലും ഈശ്വരാനുഗ്രഹം സാധിക്കുള്ളൂ. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒന്ന് ഇളകാൻ പോലും മഹാദേവനും ബ്രഹ്മദേവനും പോലും സാധിക്കണതെങ്കിൽ ഞാൻ എങ്ങനെയാ അവിടുത്തെ മഹിമയെ വർണ്ണിക്കുക? അവർക്ക് പോലും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെ വർണ്ണിക്കുക വാസ്തവം ഭഗവാന്റെ മഹിമ? ഈ ഭഗവാന്റെ അവതാരം എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ മൂർത്തി മേ ഭഗവതോ ഭഗവം ത്രിലോക്യാക്ഷേമസ്യ താപവിരമായ മൃത്യുജയ്യ. ഭഗവാന്റെ അവതാരം നരനാരായണ അവതാരം എന്തിനു വേണ്ടി വെച്ചാല് ധർമ്മദേവന മൂർത്തി ചെയ്തിട്ടുണ്ടായ പുത്രന്മാരാണ് സ്കന്ധ വർണ്ണിച്ചത് നരനാരായണ അവതാരം. എന്തിന് ഭഗവാന്റെ അവതാരം ചോദിച്ചാൽ ഈ ത്രൈലോക്യത്തിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ക്ഷേമമായ നന്മയെ കൊടുക്കാനാണ് ഭഗവാന്റെ അവതാരം. ഭഗവാന്റെ ഉദ്ദേശം നമ്മൾക്കൊക്കെ സുഖാവണം. അല്ലേ, നമ്മൾക്കൊക്കെ സുഖാവണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് നമ്മളും പ്രവർത്തിക്കണം, വേണ്ടേ? സുഖാവണമെങ്കിൽ എല്ലാവർക്കും സുഖത്തിന് വേണ്ടിയാ നമ്മളെ ധർമ്മം പറയണത്. വാസ്തവം നമ്മളെ സനാതന ധർമ്മം പറയണത് തന്നെ വാസ്തവം സമസ്ത
സമസ്തലോക സുഖിനോ ഭവന്തു. എല്ലാവരും സുഖായിരിക്കും. എല്ലാ ജീവജാലങ്ങളും, ഭാരതീയർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും സുഖായാൽ ഈശ്വരന് സന്തോഷായി. നമ്മൾ സുഖായ ഭഗവാനും സുഖായി. അപ്പൊ നമ്മൾ സുഖാവാൻ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഉദ്ദേശം തന്നെ ക്ഷേമായ നന്മ കൊടുക്കാനാണ്. എല്ലാവരും നന്മയെ കൊടുക്കാനാണ് ഭഗവാന്റെ അവതാരം. മാത്രവുമല്ല താപവിരമായ ദുഃഖത്തെ ഇല്ലാതാക്കാനാണ്. നന്മ ഉണ്ടായ ദുഃഖം ഇല്ലാതായി വെച്ചൂടെ? നന്മ ഉണ്ടായാലും ദുഃഖം വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ദുഃഖം ഇല്ലാതാക്കും വേണം. ഭഗവാന്റെ ഉദ്ദേശം ദുഃഖത്തെ ഇല്ലാതാക്കിയിട്ട് സുഖാക്കണം. ശരിയായ സുഖം കിട്ടണമെങ്കിൽ ദുഃഖം വന്നാൽ സുഖാവുന്നില്ല. ദുഃഖം ഉണ്ട് എന്ന് കേട്ടാല് ദുഃഖം വരും തോന്നിയാല് ദുഃഖമില്ലാത്ത സുഖാണ് ആനന്ദം. മറ്റേ സുഖത്തിനൊക്കെ ദുഃഖമുണ്ട്. ഒന്ന് ഉറപ്പാണ്, പകലുണ്ടായ ഉറപ്പാണ്, കുറച്ചു കഴിഞ്ഞാൽ രാത്രി ഉണ്ടാവുന്ന ഉറപ്പാണ്. ഉദയം ഉണ്ടായാൽ ഉറപ്പാണ്, കുറച്ചു കഴിഞ്ഞാൽ അസ്തമനം ഉറപ്പാണ്. ഭക്ഷണം കഴിച്ചാൽ ഉറപ്പാ, കുറച്ചു കഴിഞ്ഞാൽ വിശപ്പ് ഉറപ്പാണ്. എന്ത് ചെയ്താലും ഉറപ്പാണ്. അപ്പൊ സുഖം ഉണ്ടായാൽ ഉറപ്പാണ്, ദുഃഖം പിന്നാലെ വരുന്നുണ്ടെന്ന് ഉറപ്പാണ്. അപ്പൊ ഈ സുഖം ദുഃഖത്തിൽ നിന്നും മാറിയിട്ട് ആനന്ദത്തില് ദുഃഖമില്ല. അവിടെ പരമാനന്ദം ആ അവസ്ഥ എന്താന്ന് വെച്ചാൽ പറയാൻ നിശ്ചയില്ല. പരമാനന്ദത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ശരീരം തന്നു തന്നെ വാസ്തവം എന്തിനു വേണ്ടി ചോദിച്ചാല് ആ പരമാനന്ദം അനുഭവിക്കാനാണ്. ഇതെങ്ങനെയാ കിട്ടുക എന്ന് ചോദിച്ചാല്, കിട്ടിയ ആളെ കഥ ഭാഗവതം പറയുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടു ചോദിക്കുക. അതും പഞ്ചമസ്കന്ധത്തിൽ വർണ്ണിച്ചെങ്കിൽ കിട്ടിയ ആളുടെ കഥ വർണ്ണിച്ചത് അത് സതീക്ഷനായ ബ്രാഹ്മണൻ ഭഗവാനെ കാണാൻ വേണ്ടി ദ്വാരകയിൽ പോയി. ദ്വാരകയിൽ എത്തിയ സമയത്ത് അന്ന് ഭഗവാനാണെങ്കിൽ സഭയ്ക്ക് പോയിട്ടില്ല. എന്നും സഭയ്ക്ക് പോകുന്ന ആളാണ്. സുധർമ്മ സഭയ്ക്ക് ഭഗവാൻ പോകുന്ന ആളാണ്. അന്ന് ഭഗവാൻ പോയിട്ടില്ല. കാന്തല് സതീക്ഷന്റെ വരവുണ്ട്. രാജസൂയത്തിന് പൂജ ഏറ്റപ്പോഴാ ഭഗവാൻ തോന്നിയത് ഒന്ന് പൂജയ്ക്കും കൂടി വേണം. ഭഗവാൻ പൂജിക്കാൻ കണ്ടെത്തിയ ബ്രാഹ്മണനാണ്. ഈ ബ്രാഹ്മണനെ കണ്ടപ്പം ഭഗവാൻ ഇറങ്ങി എന്ന് ബ്രാഹ്മണയുടെ ആലിംഗനം ചെയ്തപ്പം ഭാഗവതം പറയുന്നുണ്ട്, ബ്രഹ്മാനന്ദം യഥോ യഥാ, ബ്രഹ്മാനന്ദം അനുഭവിച്ചു എന്ന്. അത് അറിയണമെങ്കിൽ എന്താണ് എന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും കണ്ടാൽ ചോദിക്കുക. അതല്ലെങ്കിൽ സുധാമാവിനെ കണ്ടാൽ വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല ബ്രഹ്മാനന്ദം. അത് അനുഭവിക്കാനാണ് ഈ ശരീരം. വെറും വിഷയസുഖം അനുഭവിക്കുക മാത്രമല്ല, പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കണം. ഈ ഭഗവാനോട് ആശ്രയിച്ചാൽ എന്താ കിട്ടാൻ പോകുന്നതെന്ന് ചോദിച്ചാല്, ഭഗവാനോട് ആശ്രയിച്ചാൽ സർവമനീഷിതാർത്ഥം, എല്ലാ പുരുഷാർത്ഥങ്ങളെയും നേടാൻ. എന്താ പുരുഷാർത്ഥം? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് പുരുഷാർത്ഥം. ശരിയായ പുരുഷാർത്ഥം എന്താണ്? ചതുർത്ഥസ്കന്ധമാണ് വർണ്ണിച്ച പുരുഷാർത്ഥം. ധർമ്മം എന്താ ചോദിച്ചാൽ ഭേദബുദ്ധി ഇല്ലാതെ ഈശ്വരനെ സേവിക്കലാണ് ശരിയായ ധർമ്മം. ഭഗവതിയായാലും മഹാദേവനായാലും ഗുരുവായൂരപ്പനായാലും ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്. വേറെ വേറെ കാണരുത്. ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്, പല ഭാവത്തിരിക്കുകയാണ്. ഇതാണ് ശരിയായ ധർമ്മം. ധർമ്മം. പിന്നെ അർത്ഥം, ശരിയായ അർത്ഥം എന്താ വെച്ചാൽ ധ്രുവനാണ് പറഞ്ഞത്. ശരിയായ അർത്ഥം ഭക്തിയാണ്. ഈ ഭക്തി എവിടെ ഉണ്ടാവാൻ ചോദിച്ചാല് ധ്രുവൻ കണ്ടെത്തിയ മാർഗം ഭജനങ്ങള് പറയുന്ന ഭഗവാന്റെ കഥകളാണ്. കേട്ട് 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 അത് കുടിക്കാനാണ്. കുറെയാണ് കുടിച്ച് ബോധമില്ലാതെ കണ്ട് ഹരേ നാരായണ ഹരേ നാരായണ ഒക്കെ ജനിക്കാന്നുള്ളത് ശരിയായ അർത്ഥം ഭക്തിയാണെന്ന് ധ്രുവൻ ബോധ്യപ്പെടുത്തി. ശരിയായ കാമവും എന്താണെന്ന് പൃഥുവിന്റെ കഥയിൽ കൂടിയിട്ട് പൃഥു ഭഗവാനോട് പ്രാർത്ഥിച്ചത്,
എനിക്ക് വേണ്ടത് അങ്ങയുടെ കഥകള് കേൾക്കാൻ ധാരാളം കാതുകള്, ശ്രവണ ശക്തിയാണ് ഈ കാതുകൾക്ക്, ഭഗവാന്റെ കഥകള്. അപ്പം ശരിയായ പുരുഷാർത്ഥം ഭഗവാൻ ശ്രദ്ധിക്കലാണ്. അവിടെ ബോധ്യപ്പെടുത്തി അങ്ങൾ നരനാരായണ മൂർത്തിമാരെ നമസ്കരിക്കുക. വാസ്തവം തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂമതേ വിശ്വായ വിശ്വഗുരവേ പരദേവതായൈ നാരായണായ ഋഷയേ ച നരോത്തമായ ഹംസായ സംയതഗിരേ നിഗമീശ്വരായ. നിഗമത്തിന്റെ ഈശ്വരനാണ്. നിഗമച്ച വേദം എന്നർത്ഥം. വേദസാരമാണ് ഭാഗവതം. ആ വേദത്തിലാണ് ഭഗവാന്റെ മഹിമയെ പറയുന്നത്. ആ വേദസ്വരൂപിയായ സർവേശ്വരനായ നരനാരായണ ഋഷീശ്വരന്മാരെ നമസ്കരിച്ചു. ഋഷീശ്വരന്മാർ പറഞ്ഞു, ഹേ മാർക്കണ്ഡേയ, നന്നായിട്ടു. കാരണം അങ്ങനെ തപസ് നന്നായി മാത്രമല്ല, അങ്ങ് ഭഗവാന്റെ മായയെ ജയിച്ചു. പണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഒരാളും കൂടി. ഈ ഭഗവാന്റെ മായയെ ജയിക്കാന്ന് എളുപ്പമല്ല. എന്താ ഭഗവാന്റെ മായ? ഹസിതഞ്ച മായ. ഭഗവാന്റെ പുഞ്ചിരിയാണ് മായ. ഈ ഭഗവാന്റെ പുഞ്ചിരിനെ കണ്ടാ തോന്നും ഒക്കെ മനസ്സിലായിന്ന്. ഭാഗവതം കേൾക്കുമ്പോ തോന്നും ഒക്കെ മനസ്സിലായിന്ന്. വാസ്തവം കുറെ പ്രാവശ്യം കേട്ടാ മനസ്സിലാവില്ല എന്ന് മനസ്സിലാവുന്ന. അപ്പൊ വേദത്തിന്റെ ഈശ്വരനായ നിഗമേശ്വരായ ഭഗവാൻ ശ്രീഹരിയെ നമസ്കരിച്ചു. മായ കാണുന്ന, ഞാൻ മായ കണ്ടിട്ടില്ല. എന്തിനാ മാർക്കണ്ഡേയ മായ കാണുന്നത്? അത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും മായയിൽ കുടുങ്ങി നിൽക്കുകയാണ്. നമ്മളൊക്കെ മായയില് കുടുങ്ങി നിൽക്കുകയാണ്. മായ കാണാത്ത മാർക്കണ്ഡേയനാണ് മായ കാണും. വേണോന്ന് ചോദിച്ചു. ഭഗവാൻ ഒന്നാണ് പുഞ്ചിരിച്ചോ മായ കണ്ടു. ഇല്ലാത്തുണ്ടെന്ന് തോന്നലാണ്. പെട്ടെന്ന് ഇടിവെട്ടിയും തോന്നി, മഴ പെയ്തും തോന്നി, വെള്ളം കയറാൻ തുടങ്ങി. ഹിമാലയ പർവ്വതം വെള്ളത്തിലാണ് മുങ്ങി. നീന്താൻ തുടങ്ങി. ജനിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്, കുറെ ജീവജാലം തന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. താൻ കുറെ ജീവജാലം ഉള്ളിലേക്ക് അങ്ങോട്ടും പോണ്ട്. അനവധി കാലമാണ്. അയുതായുധവരിഷാണാം 10,000 കൊല്ലമാണ് ജനിക്കലും മരിക്കലും നീന്തലായിട്ട് ഉണ്ടെന്ന് തോന്നി. വാസ്തവം അങ്ങനെ തോന്നിയപ്പോഴാണ് ഈ ഉണ്ണി എന്താ വാസ്തവം ചെയ്യുന്നത് നോക്കുമ്പോഴാണ് അവിടെ ആണെങ്കിൽ ഒരു ആലിലയില്, അതും പ്രാഗുത്തരസ്യാം ശാഖായം തസ്യാപി ദദൃശേഷിക്കുന്ന വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ഒരു പേരാലിന്റെ കൊമ്പ് മാത്രം താഴാതിരിക്കും. ആ വൃക്ഷം താണി ഒരു കൊമ്പിലെ ഒരില മാത്രം. ആ ഇലയിലാണ് ഇരിക്കേണ്ടതും. കിടന്നുകൊണ്ട് തന്റെ കൈകളെ കൊണ്ട് ചാർവാങ്കുലിഭ്യാംബാണിഭ്യാമുന്നീയ മുഖേ നിധായ വിപ്രേന്ദ്രോ ഭയന്തമു വീക്ഷ്യ വിസ്മിത. ശരിക്കാണ് നോക്കിയപ്പം അതില് 2 മാസം പ്രായമുള്ള ഉണ്ണി തന്റെ ഭംഗിയായ കൈകളെ കൊണ്ട് ഭംഗിയായുള്ള പാദം പിടിച്ച് ഭംഗിയായ ചുണ്ടത്തേക്ക് ചാർവാങ്കുലിഭ്യാംബാണിഭ്യാമുന്നീയ ചരണാംബുജം മുഖേ നിധായ വിപ്രേന്ദ്രോ ഭയന്തം വീക്ഷ്യ. അത്ഭുതപ്പെട്ടു പോയി. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുതേശയാനം. തന്റെ ഭംഗിയുള്ള കൈകളെ കൊണ്ട് ഭംഗിയുള്ള പാദം പിടിച്ച് ചുണ്ടത്തേക്ക് അനുവച്ചുകൊണ്ട് ധയന്തം കുടിക്കുക. ഭഗവാൻ ഇത്രക മധുരണ്ടോ? ഇത്രക മധുരണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയാണ് മധുരം എന്ന് പറയാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അതും ഭഗവാന്റെ ആ മാധുര്യം വർണ്ണിക്കുമ്പോഴാണ് അധിക സുമധുരം മുക്തിഭാജനിവാസം. മധുരതരം എന്ന് പറഞ്ഞാൽ പോരെ, സുമധുരതരം പോരാ. അതി അപ്പുറം പറയാൻ മധുരം ഞാനിട്ടല്ല, പറയാൻ വാക്കില്ലാഞ്ഞിട്ടാ.
ഭഗവാന് പറയാൻ മധുരമില്ലാതെ സ്വയം ഭഗവാൻ ഇത് തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കണ്ഡേയന്റെ നീതി വരവേ ഈ ചെറിയ ഉണ്ണിയുടെ ചെറിയ മൂക്കിൽ കൂടി വലിയ മാർക്കണ്ഡേയൻ അകത്തേക്ക് ഇറങ്ങി. അപ്പൊ അവളും ഇതോ കാണാനുണ്ട്, പുറത്ത് വന്നപ്പോൾ ഇതോ കാണാനുണ്ട്. അകത്തും ഇതൊക്കെയാണ്, പുറത്തും ഇതൊക്കെയാണ്. അങ്ങനെ ശക്തിയായി ഒഴുക്കിൽ പുറത്തേക്ക് അവരുണ്ട്. അടുത്ത ശ്വാസത്തിൽ അകത്തേക്കും കയറുണ്ട്. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ ബോധ്യായി ഇല്ലാത്തുണ്ട് തോന്നലാണെന്ന് ബോധ്യായി, മായ ഇതാണെന്ന് ബോധ്യായി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ പാദത്തെ പിടിക്കാൻ വേണ്ടിയാണ് പുറപ്പെട്ടപ്പം ഇവിടെ മഴ പെയ്തിട്ടുമില്ല, ഇടി വെട്ടിയിട്ടുമില്ല, വെള്ളം മുങ്ങിയിട്ടൊന്നുമില്ല. എങ്കിലും ആ മായയിലും ശ്രീഹരിയെ കണ്ടു. പാദം കുടിക്കുന്ന ശ്രീഹരിയെ കണ്ട് ആലകൃഷ്ണനെ ലാളിച്ചു കൊണ്ടിരിക്കുകയാണ് ജഗദീശ്വരന്മാര്, പാർവതീ പരമേശ്വരന്മാര്. അവർക്ക് മോഹം, അമ്മയ്ക്കൊരു മോഹം, അന്ന് അനുഗ്രഹിച്ച ആ ഉണ്ണി ഒന്ന് കാണണം. അമ്മ എന്നും 16 കൊടുത്ത അനുഗ്രഹം കൊടുത്ത ആ ഉണ്ണി ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പം അമ്മയ്ക്കാണ് വാത്സല്യം. അച്ഛൻ അത്ര പോരാമ, അമ്മയ്ക്ക് കാണുന്ന മോഹം. മഹാദേവൻ പറഞ്ഞു, നമ്മളെ അച്ഛനമ്മമാരാണ് വിശ്വനാഥൻ പിതാവല്ലോ, വിശ്വധാത്രീ ചരാചര മാതാവും. അച്ഛനമ്മമാര്, ലോകത്തിന്റെ അച്ഛനമ്മമാര് ശ്രീപരമേശ്വരനും ശ്രീപാർവതീ ദേവിയും. അച്ഛനമ്മമാർക്കാണ് കുട്ടികളെ കാണാൻ മോഹിച്ച് ഉണ്ണിയുടെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ നിർബന്ധം അനുസരിച്ച് മഹാദേവൻ ദേവിയോട് കൂടിയാണ് വന്നു. മുന്നിലെത്തിയിട്ടും മാർക്കണ്ഡേയൻ കണ്ടു വിളിച്ചിട്ടില്ല. തൻ്റെ ഉള്ള ആലകൃഷ്ണന്റെ ഈ ഉണ്ണിയെ ലാളിച്ചുകൊണ്ട്, ആലകൃഷ്ണനെ ലാളിച്ചുകൊണ്ട് മാർക്കണ്ഡേയൻ ഇരിക്കുമ്പോഴാണ് അത് മഹാദേവൻ വാസ്തവം ഇവിടെ കണ്ടപ്പം ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ സംസാരിക്കേണ്ടത്. തോന്നിപ്പോയി. അയം ഹി പരമോ ലാഭ സാധു സമാഗമ. ഈ വാക്ക് 3 ദിക്കിലാ കൊടുത്തത്. ദശമസ്കന്ധം 60-ാം അധ്യായത്തില് രുക്മിണിയോട് ഭഗവാൻ പറയുന്നുണ്ട്, അയം ഹി പരമോ ലാഭ. ഇതൊരു ലാഭ. എന്താ ലാഭം? ഈ ഗൃഹസ്ഥന്മാർക്ക് എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചു നേരം ഊണമൊക്കെ കഴിഞ്ഞാല് പത്നിയോട് കൂടി ഇരിക്കുമ്പം അന്യോന്യം വിഷമം പറഞ്ഞാൽ സമാധാനാവും. ഇല്ലേ, ഒരാള് പറയണ്ടേ, പറയാൻ കേൾക്കുന്ന ആൾ വരണ്ടേ. അങ്ങനെ കുറച്ചു നേരം ഭർത്താവ് ഭാര്യയായിട്ടും ഭാര്യ ഭർത്താവിനോടും തങ്ങളുടെ വിഷമത്തെ പറയുമ്പം ഒരു സമാധാനം. ഇതൊരു ലാഭാണ് എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞെങ്കിൽ അതിലും വലിയ ലാഭമാണ് സുദാമാവ് പറഞ്ഞത്. അയം ഹി പരമോ ലാഭ. എന്താ ലാഭം? ദ്വാരകയിൽ പോവുക, ശ്രീകൃഷ്ണ കാണലാണ് ലാഭം എന്ന് പറഞ്ഞപ്പം അതിലും വലിയ ലാഭ ഇവിടെ മഹാദേവൻ പറയുന്നത് അയം ഹി പരമോ ലാഭ സാധു സമാഗമ. സജ്ജനങ്ങളെ കാണലാണ് വാസ്തവം ലാഭം. സജ്ജനങ്ങളെ കാണലാണ് ലാഭം എന്ന ഭാവത്തില് ഉമയോടുകൂടി ശ്രീപരമേശ്വരൻ വന്നിട്ട് ആ ഉള്ളിലുള്ള ആലകൃഷ്ണനെ മറിച്ച് ആത്മന്യപി ശിവം പ്രാപ്തം പരിജടാധരം. മഹാദേവൻ ഉമയോടുകൂടി മാർക്കണ്ഡേയനുള്ളിലേക്കാണ് കയറിയിരുന്നു. ആലകൃഷ്ണനെ മറിച്ചിട്ട് കയറിയിരുന്നപ്പോ താൻ ഈ സേവിക്കുന്ന മൂർത്തിയുടെ ഭാവം അത് മാറിപ്പോയി. ആലകൃഷ്ണൻ ആണെങ്കിൽ ഇപ്പൊ മഹാദേവൻ ദേവിയോട് കൂടിയാണ്. പരിഭ്രമിച്ച് മാർക്കണ്ഡേയൻ കണ്ണു തുറക്കലും ശ്രീ മഹാദേവൻ അതേപോലെയുള്ള ഉമ്മയോട് കൂടിയുള്ള ശ്രീപരമേശ്വരനെ മുന്നിലാണ് കണ്ടു. കണ്ടോടുകൂടി മഹാദേവന്റെ പാദത്തില് നമ ശിവായ ശാന്തായ സത്വായ പ്രമൃഢായ ചാരജ്യോതിഷേപ്യഘോരായ നമസ്തുഭ്യം തമോജുഷേ. ഇവിടെ മഹാദേവനെ സ്തുതിക്കുന്നത് നിർഗുണ ബ്രഹ്മയിട്ടാ. അതും രജോ ഗുണവും സത്വഗുണവും തമോ ഗുണവും സ്വീകരിച്ച് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം എന്നാണ്.
മാർക്കണ്ഡേയനെ അത് നിർഗുണ ബ്രഹ്മമായിട്ട് ശ്രീപരമേശ്വരനെ സ്തുതിച്ചപ്പം ശ്രീപരമേശ്വരൻ മാർക്കണ്ഡേയെന്ന് അർത്ഥമായിട്ടോ. എന്തെങ്കിലും ചോദിക്കുന്ന അമോഘം ദർശനം യേഷം മത്യോ യത് വിന്ദതേ മൃതം. ഇങ്ങനത്തെ ആൾക്കാരെ കാണാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. സജ്ജനങ്ങളെ കാണുക വളരെ ബുദ്ധിമുട്ടാണ്. അതും ആരോടും വൈരല്ലാത്ത ബ്രാഹ്മണ സാധവശാന്ത നിസ്സംഗഭൂതവത്സല ഏകാന്ത ഭക്ത അസ്മാസു നിർവൈര സമദരിശിന. ഇങ്ങനെ ബ്രാഹ്മണരെങ്ങനെ വേണമെന്ന് വേദാ പറയുന്നത്. ബ്രാഹ്മണരെങ്ങനെ വേണമെന്നാല് വേദത്തിൽ പറയുന്നത് ബ്രഹ്മവർച്ചസീയായതാം. ബ്രാഹ്മണാണെന്ന് വെച്ചാൽ ആ ബ്രഹ്മൻ ബ്രാഹ്മണ ബ്രഹ്മവർച്ചസീയായതാം. ആരാ ബ്രാഹ്മണ വെച്ചാല് ബ്രഹ്മവർച്ചസികളാണ്. ബ്രഹ്മത്തെ പറ്റി അറിയുന്ന ആൾക്കാരാണ് ബ്രാഹ്മണരെ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ, അതും സജ്ജനങ്ങളെ ശാന്തന്മാരെ ആരോടും വൈരല്ലാതെ ഏകാന്ത ഭക്തിയോട് കൂടിയിട്ടുള്ള ഈശ്വരനെ സേവിക്കുന്ന ആൾക്കാരെ കണ്ടാൽ എനിക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്റെ നിർബന്ധം എന്തിനു വേണ്ടിയാ കൊടുക്കുന്നത് വെച്ചാൽ അഹം ച ഭഗവാൻ ബ്രഹ്മ സ്വയം ച ഹരിശ്വര. ഞാനും ബ്രഹ്മദേവനും ശ്രീഹരിയും ഒന്നാണ്. ഞങ്ങളൊന്നാണ്. ഞങ്ങൾ വേറെ അല്ല, ഒന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം നിർബന്ധം. എന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചാല് അവരനുഗ്രഹിക്കല്ല വാസ്തവം ചെയ്യുന്നത്. അവരനുഗ്രഹം ഞങ്ങൾ വാങ്ങുക. സജ്ജനങ്ങളെ അനുഗ്രഹിക്കല്ല, അവരനുഗ്രഹം ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സജ്ജനങ്ങളാണ് വാസ്തവം. തീർത്ഥം നഹ്യമയാനി തീർത്ഥാനി ദേവാശ്ചേതനോജ്ജിത തേ പുനന്തുരുകാലേന യൂയം ദർശനമാത്രത. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമൊന്നും അല്ല വാസ്തവം തീർത്ഥം. അതൊക്കെ അനവധി കാലം കൊണ്ടേ ജീവനെ ശുദ്ധീകരിക്കുള്ളൂ. തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും അനവധി കാലങ്ങളെ കൊണ്ടേ ജീവനെ ശുദ്ധീകരിക്കുള്ളൂ. എങ്കിൽ സജ്ജനങ്ങള് ദർശനമാത്രത കണ്ട തന്നെ ശുദ്ധീകരണം. അതും ബ്രാഹ്മണ കർമ്മം ചെയ്യുന്ന വേദം അഭ്യസിച്ചുള്ള ബ്രാഹ്മണരെ കാണുക, അവരെ സംസാരിക്കാൻ സാധിച്ചാൽ ശ്രവണ ദർശനത്വാപി മഹാപാപഗിരി അലകിനോ ദിവ ശുദ്ധേരന്യജാഷ്ടാഭി കിമു സംഭാഷണാദിഭി. അങ്ങനെ സജ്ജനങ്ങളുടെ കഥ കേൾക്കുക, സജ്ജനങ്ങളുടെ കഥ കേൾക്കുക, അല്ലെങ്കിൽ സജ്ജനങ്ങളെ കാണുക. എന്തെങ്കിലും ചെയ്താൽ തന്നെ മഹാപാപകീനോഭി, വലിയ വലിയ പാപം ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ശുദ്ധായി എന്നിരിക്കെ സജ്ജനങ്ങളോട് സംസാരിക്കാൻ സാധിച്ചാലോ. കേട്ടപ്പം ഉപ്പുവെള്ളം കുറിച്ച് ക്ഷീണിച്ചെങ്കിൽ ഭഗവാന്റെ അമൃതമാണ് അത് കേട്ടപ്പം സന്തോഷായി മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയൻ പറഞ്ഞു, ഹേ ഭഗവാന് ഒരു വരവും വേണ്ട. അത് പറ്റില്ല, അങ്ങക്ക് വേണ്ട. ശരി, എനിക്ക് തരണമെന്നുണ്ടെങ്കിലോ? എനിക്ക് തരണമെന്നുണ്ട്, തന്നേ പോവുള്ളൂ. എനിക്കൊരു വരവും വേണ്ട. അത് പറ്റില്ല. എന്നാ ഒരു വരം ഭഗവാന്റെ നിർബന്ധം സഹിക്കു വയ്യാഞ്ഞപ്പം എന്നാ ഒരു വരം തന്നേക്ക് ഭഗവാന്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ വരമേകം പൂർണേധാഭി പൂർണാൽ കാമാഭിവരിഷണാൽ ഭഗവത്യച്യുതാം ഭക്തിം തൽപരേഷു തഥാത്വയി. ഒരു വരം. എന്താ വേണ്ടത്? ഭഗവത്യച്യുതാം ഭക്തിം. അച്യുത നാശമില്ലാത്തൊരു ഭക്തിയാണ്. ഭക്തിക്ക് നാശമില്ല. അതും ഭഗവാനിൽ ഭക്തി, അതുപോലെ ഭഗവത് ഭക്തന്മാരിലും ഭക്തി, അങ്ങയിലും ഒരു ഭേദഭാവന ഇല്ലാത്തൊരു ഭക്തിയെ എനിക്ക് വേണ്ടു എന്ന് പറഞ്ഞ ശ്രീപരമേശ്വരന്റെ പാദത്തെ നമസ്കരിച്ചപ്പം ഭഗവാന് വളരെ സന്തോഷായി. ഹേ മാർക്കണ്ഡേയ, അങ്ങക്ക് കാമോ മഹർഷേ സർവോയം ഭക്തിമാം സ്വമധോക്ഷജേ ആകൽപാന്താം യശ പുണ്യം അജരാമരതാ. ഹേ മാർക്കണ്ഡേയ, അങ്ങേ ഭക്തിയൊക്കെ ഉണ്ട്. ഇനി ഉള്ളത് തന്റെ ആവശ്യമുണ്ട്.
ഈ ധാരാളം ഭക്തി ഉണ്ട്. മാത്രമല്ല അങ്ങേക്ക് ത്രികാല ജ്ഞാനം ഉണ്ടാവട്ടെ. ജ്ഞാനം ത്രൈകാലികം ബ്രഹ്മൻ വിജ്ഞാനഞ്ച വിരക്തിമൽ. വിജ്ഞാനം ഉണ്ടാവട്ടെ, വൈരാഗ്യം ഉണ്ടാവട്ടെ, ഭക്തി ഉണ്ടാവട്ടെ. ജരാനര അങ്ങയെ ബാധിക്കില്ല. വല്ല ബ്രഹ്മവർഗസ്യായി തീരട്ടെ. ഇതാണ് വേദം കൊടുക്കാൻ പറഞ്ഞ ഭാഗം. ബ്രഹ്മവർഗസ്യായി മാറട്ടെ. അങ്ങനെ ബ്രഹ്മവർഗസ്യാണ് അങ്ങ്. മാത്രമല്ല പുരാണാചാര്യധാസ്തുതേ. പുരാണങ്ങളുടെ ആചാര്യനായിട്ട് മഹാദേവനാണ് മാർക്കണ്ഡേയ മഹർഷി അനുഗ്രഹിച്ചവർ. പുരാണ ആചാര്യ പദവി ഭാഗവതാചാര്യൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണന്റെ കഥ പറയുന്നതിൽ ഒന്നാമൻ ആരാന്ന് ചോദിച്ചാൽ മാർക്കണ്ഡേയ മഹർഷിയാണ്. എന്ന മാർക്കണ്ഡേയ മഹർഷിയെ അറിയുന്ന ആളാണ് കൊടുക്കണം. ആരെയും കൊടുക്കാൻ പറ്റുമോ? പണ്ട് വേദ ആചാര്യ പദവി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാ കൊടുത്തതായി. വേദ ആചാര്യ പദവി. വേദം എന്താന്ന് പോലും അദ്ദേഹത്തെ അറിയില്ല. അപ്പൊ അറിയുന്ന ആള് വേണം ബഹുമതി കൊടുക്കാൻ. ഇവിടെ അറിയണ മഹാദേവൻ വൈഷ്ണവാനാം യഥാശംഭു. ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണ കഥ പറയുന്നതിൽ ഒന്നാമനായി പുരാണാചാര്യദാസ്തുതേ. പുരാണാചാര്യനായി സുഖിക്കട്ടെ എന്നും കാണിച്ച രംഗം നിങ്ങളുടെ ഭഗവാന്റെ മഹിമ. ഭൃഗുവര്യവർണ്ണിതം രഥംഗപാണേരനുഭാവഭാവിതം സംശ്രാവയൽ സംശൃണുയാത്താവുഭോതയോർന്ന കർമാശയ സംസൃതിർഭവൽ. സംശ്രാവയൽ നന്നായി കേൾക്കുക, സംശൃണുയാൽ നന്നായി പറയുക, നന്നായി കേൾക്കുക. അവർക്ക് മാർക്കണ്ഡേയനെ പോലെ ആ പരാവ് നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ